നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. അങ്ങനെ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് 2025 ജൂൺ 29 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:17 പകർച്ചയാവുന്നു. മേടൻ രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. സുഖം, പ്രേമം, കാമം, വിവാഹം, സൗന്ദര്യം, കല, ആഡംബരം, സമ്പത്ത്, വാഹനം, വീട്, ദാമ്പത്യസുഖം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. ഒരു ഗ്രഹം രാശി മാറുമ്പോൾ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് മനുഷ്യരിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഒരാളുടെ ജാതകത്തിൽ ഏത് രാശിയിലാണോ അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ ശുക്രൻ നിൽക്കുന്നത് അതനുസരിച്ചും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, സംയോജം, ഡിഗ്രി, ഇപ്പോഴത്തെ ദശാഭുക്തി അനുസരിച്ചുമൊക്കെ ആയിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക. അതനുസരിച്ചിട്ട് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. ഇത് ഒരു പൊതുഫലമാണെന്നുള്ള കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പോൾ 12 രാശിക്കാരെയും ഈ ശുക്രൻ്റെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഒരപേക്ഷയുണ്ട്. നമ്മളുടെ മാന്യ പ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ 2ഉം 7ഉം ഭാവാധിപതിയാണ്. ധനം, വാക്ക്, കുടുംബം, ഐശ്വര്യം എന്ന 2ാം ഭാവത്തിലേക്ക് ശുക്രൻ രാശി മാറുമ്പോൾ മേടൻ രാശിക്കാരുടെ കുടുംബത്തിൽ സന്തോഷമലയടിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ധനവരവ് കൂടും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങൾ എന്താണോ പറയുന്നത് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പേരും പ്രശസ്തിയും നേടും. അതുമൂലം ധനവരവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി മൂലം ധനാഭിവൃദ്ധി ഉണ്ടാകും. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കും, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കും. ദമ്പതികൾക്കിടയിലെ അലോസരം മാറി ഐക്യത്തിൽ കഴിയും. അകന്നു കഴിഞ്ഞ ദമ്പതിമാർ ഒത്തുചേരും. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ, ഓട്ടോമൊബൈൽ, ബോട്ടിക്, സ്പാ, ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി പ്രോഡക്ട്സ്, കല്യാണ മണ്ഡപം, വെഡ്ഡിംഗ് പ്ലാനർ, കാറ്ററിംഗ് തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമം, ലോട്ടറി ഭാഗ്യം മുതലായവ ഉണ്ടാകും. കിട്ടാതെ കിടന്ന പണം തിരികെ കിട്ടും. ചിലർക്ക് ഈ അവസരത്തിൽ രഹസ്യ ബന്ധങ്ങളുണ്ടാകും. അതൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ശുക്രൻ ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷം. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. രോഹിണി നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകളല്ല ആദായം. മാതാവിന് രോഗത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും. അതുപോലെ വീട് മോടി പിടിപ്പിക്കും. സുഖകാര്യങ്ങൾ വർദ്ധിക്കും. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും. ഇടവത്തിൽ മകയിര നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. പ്രേമബന്ധങ്ങൾ ഉടലെടുക്കും. സഹോദരങ്ങളാൽ ആദായം, പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ചിലർക്ക് കുടുംബസ്വത്ത് ലഭിക്കും. ചിലർക്ക് ഭൂമി യോഗമുണ്ടാകും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രീതിയും ഉണ്ടാകുന്നതാണ്. എന്തായാലും 2ാം ഭാവത്തിൽ ശുക്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്.
അതായത് നിങ്ങളുടെ രാശിയിൽ തന്നെ വരികയാണ്. രാശിനാഥൻ രാശിയിൽ സഞ്ചരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നല്ലത് തന്നെ. ഇടവൻ രാശിക്ക് ശുക്രൻ 1ഉം 6ഉം ഭാവാധിപതിയാണ്. ജന്മരാശിയിൽ നിന്നുകൊണ്ട് ശുക്രൻ നിങ്ങളുടെ സപ്തമ ഭാവമായ അതായത് 7ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. മുഖം മിനുക്കാൻ ശ്രമിക്കും. എല്ലാവരുടെയും ആകർഷണം പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തും. ഫാഷൻ വസ്തുക്കൾ, ആഡംബര വസ്തുക്കളോടൊക്കെ ഭ്രമം തോന്നും, പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ. വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കും. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ളൊരു തോന്നൽ വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം, വരുമാന വർധനവ്, പ്രശസ്തി എന്നിവ ഉണ്ടാകും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലിയിൽ വിജയമുണ്ടാകും. ഇളയ സഹോദരിമാരിൽ നിന്നും ആദായം, സഹകരണം എന്നിവ ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളി ആവശ്യപ്പെടുന്നത് വാങ്ങിക്കൊടുക്കുന്നത് വഴി ചിലവുകൾ വർദ്ധിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിക്കും. ചിലർക്ക് വസ്തുവോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ഭാര്യയിൽ നിന്നും ധനാഭിവൃദ്ധി ഉണ്ടാകും. സഹോദരിമാരുടെ സഹകരണം ഉണ്ടാകും. പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം. കുട്ടികൾ മൂലം മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ്. സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകും. അപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇടവൻ രാശിക്കാർക്ക് തരക്കേടില്ലാത്ത ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ്റെ നിലയനുസരിച്ചും നടപ്പ് ദശാഭുക്തി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. മിഥുനൻ രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശുക്രൻ 5ഉം 12ഉം ഭാവാധിപതിയാണ്. കൂടാതെ ശുക്രൻ മിഥുനൻ രാശിക്ക് യോഗാധിപതി കൂടിയാണ്. ജൂൺ 29-ന് 11-ൽ നിൽക്കുന്ന ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ വ്യയസ്ഥാനത്ത് അതായത് 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള ഡോക്യുമെൻറ്റ്സ് ശരിയായി കിട്ടും. വിവാഹിതർക്കിടയിൽ ദാമ്പത്യ സൗഖ്യമുണ്ടാകും. കമിതാക്കൾക്കിടയിൽ മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. ചിലർക്ക് രഹസ്യബന്ധങ്ങൾ ഉണ്ടാകാം. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്കോ പണച്ചിലവ് ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. അധികാര സ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. ധനാഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ മാറിക്കിട്ടും. ചിലർ തൊഴിൽ മാറാൻ ശ്രമിക്കും. രോഗദുരിതങ്ങൾ മാറിക്കിട്ടും. പ്രത്യേകിച്ച് മാതാവിൻ്റെ രോഗം കുറയുന്നതാണ്. ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയാനുള്ള തോന്നലും ഉണ്ടാകും. ചെറുപ്പക്കാരായവർക്ക് ധാരാളം ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ സൂക്ഷിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്കും ജോലിയിലുള്ളവർക്കും തൊഴിൽ നേട്ടം. ഫാഷൻ, സ്പാ, ടാറ്റു, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫുഡ് ഇൻഡസ്ട്രി, ബോട്ടിക്, സ്പാ മുതലായ സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും. ഒപ്പം ചിലവും അധികരിക്കുന്നതാണ്. മാതാവ് വഴിയോ സഹോദരിമാരിൽ നിന്നോ അടുത്ത സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ ധനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ആഡംബര ജീവിതത്തോട് താല്പര്യം വർദ്ധിക്കുന്നതിനാൽ ചിലവുകളും അതുപോലെ വർദ്ധിക്കുന്നതാണ്. അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതൊരു പൊതുഫലമാണെന്നുള്ള കാര്യം അറിവുള്ളതാണല്ലോ. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ശുക്രൻ്റെ നിലയും ഇപ്പോൾ നടക്കുന്ന ദശാഭുക്തി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. കർക്കിടകൻ രാശി. പുണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക രാശിക്ക് ശുക്രൻ 4ഉം 11ഉം ഭാവാധിപതിയാണ്. സുഖസ്ഥാനവും ലാഭസ്ഥാനവും. ഇപ്പോൾ ശുക്രൻ 11ലേക്ക് സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. നിങ്ങൾ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച കാര്യം
തടസ്സം കൂടാതെ ഈ അവസരത്തിൽ നടന്നു കിട്ടുന്നതാണ്. പല വഴികളിലൂടെ ധനം വന്നു ചേരും. ലോട്ടറി പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. നിങ്ങളുടെ ധനാധിപതിയായ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ലാഭാധിപതിയും ധനാധിപതിയുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ വരുന്നതിനാൽ വലിയൊരു തുക നിങ്ങൾക്ക് ലോട്ടറി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ അവസരം കാണുന്നു. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. വീട്, വാഹനം ഇവ വാങ്ങാനുള്ള ഭാഗ്യം ഒത്തുവരും. പൂർവിക സ്വത്ത് ചിലർക്ക് ലഭിക്കും. ഇടവൻ രാശിയിൽ 11-ൽ ലാഭസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ മൂലം മനസ്സന്തോഷം, സഹോദരങ്ങളാൽ ആദായം, ഷെയർ ട്രേഡിംഗ്, ബിറ്റ്കോയിൻ മുതലായവയിൽ നിന്ന് ധനനേട്ടം, മുൻകാലത്തെ നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ധനനേട്ടമുണ്ടാകുന്നതാണ്. കർക്കിടകൻ രാശിക്കാരായ നിങ്ങൾക്ക് എന്തായാലും ധനാഭിവൃദ്ധി ഉണ്ടാകും. സിനിമ, സീരിയൽ, സംഗീതം, നൃത്തം തുടങ്ങിയ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരും ഫുഡ് ഇൻഡസ്ട്രി, ഡയറി ഫാം, ഗാർമെൻറ്റ്സ്, സ്പാ, ടാറ്റു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ചുരുങ്ങിയ ദിവസം കൊണ്ട് നല്ല വരുമാനം ഉണ്ടാകുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് പ്രശസ്തിയും ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് വീട് നല്ല രീതിയിൽ മോടി പിടിപ്പിക്കുക, അതിഥി സൽക്കാരം നടത്തുക, ഇവയൊക്കെ ഈ അവസരത്തിൽ ഉണ്ടാകുന്നതാണ്. ശരീരസൗഖ്യമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. സമൂഹരംഗത്തും സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങൾ പ്രശംസിക്കപ്പെടും. മൂത്ത സഹോദരങ്ങളിൽ നിന്നും നല്ല സഹകരണമുണ്ടാകും. ഇടവൻ രാശിയിലെ 3 നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകയിരം ഈ 3 നക്ഷത്രങ്ങളും നിങ്ങൾക്ക്, അതായത് കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ 11-ാം ഭാവാധിപതിയായ ശുക്രൻ 11-ൽ തന്നെ സർവാഭിഷ്ട സ്ഥാനത്ത് ഈ 3 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതം മാറിമറിയും. ഉന്നത നിലയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. ഓർക്കേണ്ട ഒരു കാര്യം, ജാതകത്തിൽ ശുക്രൻ്റെ നില, ശുക്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ ദൃഷ്ടി, ഇപ്പോഴത്തെ ദശാഭുക്തി ഇവയൊക്കെ കണക്കിലെടുത്ത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്തായാലും കർക്കിടകൻ രാശിക്ക് വളരെയധികം നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശുക്രൻ 3-ഉം 10-ഉം ഭാവാധിപതിയാണ്. ജൂൺ 29-ന് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥാനത്ത് തന്നെ തൊഴിൽക്കാരകൻ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഏർപ്പെട്ടിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും. അഭൂതപൂർവമായ തൊഴിൽ നേട്ടമുണ്ടാകും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ഫുഡ് ആൻഡ് കാറ്ററിംഗ്, ഫാഷൻ, ലക്ഷറി ഐറ്റംസ്, ടൂറിസം, ട്രാവൽ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെയധികം മേന്മ ഉണ്ടാകുന്ന സമയമായിരിക്കും. നിങ്ങളുടെ മടി മാറും, ഒരു ഉന്മേഷമുണ്ടാകും. സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. സമൂഹത്തിൽ ഒരു വിലയും നിലയുമൊക്കെ ലഭിക്കുന്നതാണ്. മാതാവ് വഴി ആദായം. വീടോ വാഹനമോ വാങ്ങാൻ ദീർഘനാളായി ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകും. സമൂഹ മധ്യത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. ധാരാളം യാത്രകൾ ചെയ്യും. ആഡംബര വസ്തുക്കളോട് ഭ്രമം വർദ്ധിക്കും. ഒരു 25-48 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് നല്ല മുന്നേറ്റമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം. വരുമാനം വരുമെങ്കിലും ചില അവസരങ്ങളിൽ അധിക ചിലവും ഉണ്ടാകുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. ചിലർ അവരുടെ ജീവിത പങ്കാളിയെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ തിരഞ്ഞെടുക്കും. ഒരു സ്ത്രീ മുഖാന്തരം നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ഇടവത്തിലെ കർമ്മഭാവത്തെ സഞ്ചാരത്തിൽ, അതായത് മകയിര നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഭൂമി ലാഭം, സഹോദരങ്ങളാൽ ആദായം, അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായി കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്.
ഉദരസംബന്ധമായ രോഗം, പ്രമേഹം, സൈനസ്, ലങ് ഇൻഫെക്ഷൻ മുതലായവയ്ക്ക് സാധ്യത കാണുന്നു. അനുകൂലമല്ലാത്ത കൂട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. ചിലർ മദ്യപാനത്തിന് അടിമയാകാനും ഈ അവസരത്തിൽ സാധ്യത കാണുന്നു. പൊതുവായി തൊഴിൽ സംബന്ധമായ മുന്നേറ്റം ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി, നിൽക്കുന്ന രാശി, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, നടപ്പ്, ദശാഭുക്തിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്ക് ശുക്രൻ 2ഉം 9ഉം ഭാവാധിപതിയാണ്. ജൂൺ 29-ന് ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ൽ ഇടവൻ രാശിയിൽ, അതായത് ശുക്രൻ്റെ സ്വക്ഷേത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. പ്രൊഫഷണൽ ലൈഫ് മെച്ചമാക്കാനും അതുവഴി അറിവുകൾ നേടാനും കഴിയും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. വിദേശത്തുള്ളവർക്ക് എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അകന്നു കഴിഞ്ഞ കുടുംബാംഗങ്ങൾ തിരിച്ചെത്തും. ധനത്തിന് ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾക്ക് ഇനി ധനം വന്നു ചേരുന്നതാണ്. ധാരാളം വിദേശയാത്രകൾ നടത്തും. നിലവിൽ വിദേശത്തുള്ളവർക്ക് PR, EID, റെസിഡൻസി പെർമിറ്റ്, വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരമുണ്ടാകും. തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകുന്നതാണ്. ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് കുടുംബസ്വത്ത് ലഭിക്കാൻ യോഗം കാണുന്നു. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത്തിൽ കഴിയുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സഹായം ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും. ചിലർക്ക് ജീവിത പങ്കാളിയിൽ നിന്നും നല്ല സാമ്പത്തികവും ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ധനനേട്ടമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും. ഭാഗ്യാധിപതിയായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രമായ ഇടവത്തിൽ തന്നെ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ദൂരയാത്രകളും അതുവഴി ധനാഗമവും ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവുകളും അധികരിക്കുന്നതാണ്. മാതാവിൽ നിന്നും വളരെ നല്ല സഹകരണം, അതുപോലെ തന്നെ സാമ്പത്തികവും ചിലർക്ക് ലഭിക്കുന്നതാണ്. ചിലർക്ക് പ്രതീക്ഷിക്കാതെ പൂർവിക സ്വത്ത് ലഭിക്കുക, സഹോദരങ്ങളാൽ ആദായം മുതലായവയൊക്കെ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യപരമായി ചിലർക്ക് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകും. പ്രായമായവർക്ക് ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങളുണ്ടാകാം. 9-ലെ ശുക്രൻ കന്നിരാശിക്കാർക്ക് ആത്മീയതയിലും ഭക്തിയിലുമൊക്കെ ധാരാളം താല്പര്യം വർദ്ധിക്കുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ കന്നിരാശിക്കാരെ എല്ലാ രീതിയിലും കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ്. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ്. ഇപ്പോൾ 7-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി ജൂൺ 29-ന് അഷ്ടമസ്ഥാനമായ ഇടവൻ രാശിയിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു. അപ്രതീക്ഷിതമായ ധനാഗമം, സമ്പത്ത്, സ്വത്ത് മുതലായവ ലഭിക്കുന്ന സമയമായിരിക്കും. ആത്മീയത, ഗവേഷണം, ജ്യോതിഷം മുതലായവയിൽ താല്പര്യം വർദ്ധിക്കും. പ്രത്യേകിച്ച് ഒരു 55 വയസ്സിന് ശേഷമുള്ളവർക്ക് ഈ അനുഭവം ഉണ്ടാകാം. ചില ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. വിവാഹിതരേത ബന്ധങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കി വയ്ക്കും. ഈ രഹസ്യബന്ധങ്ങൾ മൂലം അകൽച്ച ഉണ്ടാകാനും സാധ്യത കാണുന്നു. കമിതാക്കൾക്കിടയിലെ വാഗ്വാദവും അകൽച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജാതക നിലയും ദശാഭുക്തിയും അനുസരിച്ചായിരിക്കും നടക്കുന്നതും നടക്കാത്തതും. ജനനകാല ജാതക നിലയും ശുക്രൻ്റെ സ്ഥിതിയും ഇപ്പോഴത്തെ ദശാഭുക്തിയുമൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകില്ല. അതേസമയം വീട്ടുകാരിൽ നിന്നും അവർക്ക് സാമ്പത്തിക സഹായം, അതായത് അവരുടെ പങ്കാളികളുടെ വീട്ടിൽ നിന്ന് സാമ്പത്തിക സഹായവും ലഭിക്കുന്നതാണ്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആങ്കർ, RJ, ഗായികമാർ, അഭിനേതാക്കൾ മുതലായവർക്ക് നല്ല സമയമാണ്. ഇടയ്ക്കിടെ ചെറിയ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. അതേതോ ഭയങ്കര രോഗമാണെന്നുള്ള ഭയവും നിങ്ങളിൽ ഉളവാക്കും.
എന്നാൽ അങ്ങനെയുള്ള ഒരു രോഗമൊന്നും ഉണ്ടാകില്ല. ചെറിയ രീതിയിലുള്ള രോഗം വന്ന് അത് ചികിത്സിച്ച് മാറ്റാനും സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായി വിദേശത്ത് പോകേണ്ടി വരും. അവിടെ നിന്നും സമ്പാദിക്കാനും കഴിയുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവരിൽ ചിലർക്ക് ജോലി ലഭിക്കും. ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. ചിലർക്ക് ആഗ്രഹിച്ച പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സമയമായി കാണുന്നു. തുലാം രാശിക്കാർക്ക് മറ്റ് പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ നല്ല രീതിയിൽ നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ രാശിമാറ്റവും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരികയാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ്. വൃശ്ചികൻ രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ 7, 12 ഭാവാധിപതിയാണ്. ഇപ്പോൾ 6 സഞ്ചരിക്കുന്ന ശുക്രൻ ഇനി സപ്തമഭാവമായ ഇടവത്തിൽ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചാരം തുടങ്ങുന്നു. ദമ്പതികൾ തമ്മിൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നതാണ്. പിണങ്ങിക്കഴിഞ്ഞവർ പിണക്കം മാറി തിരികെ എത്തും. വിവാഹത്തിനായി കാത്തിരിക്കുന്ന വിവാഹപ്രായമായവർക്ക് വളരെ നല്ല രീതിയിലുള്ള ആലോചനകൾ വരികയും വിവാഹം ഉറപ്പിക്കാനുമൊക്കെ കഴിയുന്ന സമയമാണ്. പതിവിലും അധികം നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ളൊരു പ്രവണത നിങ്ങളിലുണ്ടാകും. സർക്കാർ ജോലിയുള്ളവർക്ക് തൊഴിൽ നേട്ടം. മാതാപിതാക്കളിൽ നിന്നും വളരെയധികം സഹകരണമുണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കും. സ്ത്രീകളാൽ ആദായം. ധാരാളം വിദേശ യാത്രയ്ക്ക് അവസരം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. വീട് വാങ്ങാനോ പുതിയ വീട് കെട്ടാനോ തുടക്കം കുറിക്കും. ഭൂമി ക്രയവിക്രയങ്ങൾ നടത്തും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. എതിർലിംഗത്തിൽ നിന്നുള്ളവർ നിങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം അനുമോദനങ്ങൾ ഉണ്ടാകും. പക്ഷേ അവരുമായി ഒരു പരിധി വിട്ട് ഇടപെടാൻ നിൽക്കരുത്. എന്നാൽ ചിലർക്ക് ഈ അവസരത്തിൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. സിനിമ, സീരിയൽ, സംഗീത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. ധാരാളം പണവരവുണ്ടാകുന്ന സമയമാണ്. സ്വന്തം കാര്യങ്ങൾക്കായി പതിവിലുമധികം പണം ചിലവഴിക്കും. ആരോഗ്യം നന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ രോഗദുരിതങ്ങളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒരു അളവിനനുസരിച്ച് ചെയ്യുക. ഈ കാലയളവിൽ ഒരു ബാലൻസ്ഡ് ജീവിതം നയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ശുക്രൻ്റെ നിലയും നടപ്പ് ദശാഭുക്തിയുമൊക്കെ അനുകൂലമാണെങ്കിൽ നല്ല ഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ 6, 12 ഭാവാധിപതിയാണ്. 5 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി 6 സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും. ജോലികൾ വൃത്തിയായും വെടിപ്പായും ചെയ്തു തീർക്കാൻ ഒരു പ്രവണത ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ സഹായിക്കും. അവരുമായി നല്ല സഹകരണത്തിൽ പോകുന്നതാണ്. അതുവഴി കീഴ് ജീവനക്കാരുടെ ആദരവും ബഹുമാനവും പിടിച്ചു പറ്റാൻ കഴിയുന്നതാണ്. സ്ത്രീകളായ സുഹൃത്തുക്കളാൽ മതിപ്പുണ്ടാകും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടാകാം. വാഗ്വാദവും അകൽച്ചയും ഉണ്ടാകാൻ സാധ്യത. സമൂഹ മധ്യത്തിൽ പേരുദോഷം വരാനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായി ഉദരരോഗമോ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത. സാമ്പത്തികം ഉദ്ദേശിച്ച പോലെ വരാത്തതിനാൽ ഒരു പ്രയാസമുണ്ടാകും. ചിലവും നിയന്ത്രണാതീതമാകും. ഈ സമയം ഭക്ഷണത്തോട് അമിതമായ ആർത്തിയും ഉണ്ടാകുന്നതാണ്. വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുണ്ടാകും. ജീവിത പങ്കാളിക്ക് ചില്ലറ അസുഖങ്ങളുണ്ടാകാം. ചിലർക്ക് സ്ത്രീകൾ മൂലം അപമാനം, കേസ് വഴക്കുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. അതുപോലെ സ്ത്രീകളിൽ നിന്നും സാമ്പത്തിക സഹായവും ചിലർക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടും. നിങ്ങൾക്ക് കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അവർ മൂലം മനസ്സന്തോഷമുണ്ടാകും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. ഷെയർ ട്രേഡിങ്ങിൽ നിന്നും വരുമാനമുണ്ടാകും. ചിലർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാകും. ദീർഘദൂര യാത്രകൾ മൂലം നേട്ടം. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പക്ഷേ അത് ഉദ്ദേശിച്ച പോലെ ഒരു ജോലി ആയിരിക്കണമെന്നില്ല. പാക്കേജ് കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അകലെയായിരിക്കും ജോലി ലഭിക്കുക. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. പൊതുവെ
ആറിലെ ശുക്രൻ്റെ സഞ്ചാരം തൊഴിൽപരമായ കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി എന്തായാലും അനുകൂല സമയമായിരിക്കും. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചും ശുക്രൻ്റെ ജാതകത്തിലെ നിലയനുസരിച്ചും മറ്റു ഗ്രഹങ്ങളുടെ ചേർച്ച, ദൃഷ്ടി മുതലായവ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദങ്ങൾ ചേരുന്ന മകരം രാശിക്ക് ശുക്രൻ 5ഉം 10ഉം ഭാവാധിപതിയാണ്. 4ൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശുക്രൻ ജൂലൈ 29-ന് പഞ്ചമസ്ഥാനമായ ഇടവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കാൻ പോകുന്നു. മകരം രാശിക്കാർക്ക് ഇത് വളരെയധികം അനുകൂലമാണ്. കാരണം ശുക്രൻ മകരം രാശിക്കാർക്ക് യോഗാധിപതി കൂടിയാണ്. നിങ്ങൾ ഏതു മേഖലയിൽ തൊഴിൽ ചെയ്താലും അതിൽ പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകുന്ന സമയമായിരിക്കും. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, സംഗീതം, നൃത്തം തുടങ്ങിയ മേഖലകളിലും സുഗന്ധദ്രവ്യങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈൻ, സ്പാ, ഗ്രാഫിക് ഡിസൈനിങ്, അഡ്വർടൈസിംഗ്, ഫുഡ് ആൻഡ് കാറ്ററിംഗ്, ടാറ്റു, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും. 5ൽ നിന്നുകൊണ്ട് ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനത്തെയും വീക്ഷിക്കുന്നതിനാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും മുന്നേറ്റമുണ്ടാകും, ധനാവൃത്തി ഉണ്ടാകും. സമൂഹ മധ്യത്തിലും സോഷ്യൽ മീഡിയയിലും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. മുതിർന്ന സഹോദരങ്ങളാൽ ആദായം, കുട്ടികൾ മൂലം സന്തോഷം, കുട്ടികളില്ലാത്തവർക്ക് സന്താനയോഗം, പ്രണയിതാക്കൾക്കിടയിലെ അകൽച്ച കുറയും, വിവാഹം കൈകൂടും, കുടുംബദേവതയുടെ അനുഗ്രഹം, ഭൂമിയോഗം, ലോട്ടറി ഭാഗ്യം, ഷെയർ മാർക്കറ്റിൽ നിന്നും ആദായം, വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം എന്നീ നല്ല ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും രോഗപീഠകൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടുന്നതാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അനുകൂല ദശാഭുക്തിയും ജാതകത്തിൽ ശുക്രൻ്റെ നിലയും മറ്റും ഗ്രഹങ്ങളുടെ ചേർച്ചയും വീക്ഷണവുമൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ശുക്രൻ മകരം രാശിക്ക് യോഗകാരൻ കൂടിയാണ്. നിങ്ങൾക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം തോന്നാം. അവർ നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന തോന്നലുളവാക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കും. ദമ്പതികൾക്കിടയിൽ പതിവിലുമധികം സ്നേഹം പ്രകടമാകും. എന്തായാലും പൊതുവായി മകരം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ഈ ശുക്രമാറ്റത്തോടെ ലഭിക്കുന്നത്. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരൂരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് ശുക്രൻ 4ഉം 9ഉം ഭാവാധിപതിയാണ്. കൂടാതെ ശുക്രൻ നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണ്. സുഖസ്ഥാനമായ 4ൽ ഇടവൻ രാശിയിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കാൻ പോവുകയാണ്. വീട് മോടി പിടിപ്പിക്കും. പുതിയ ഫർണിച്ചറുകളൊക്കെ വാങ്ങാൻ അവസരമുണ്ടാകും. വാഹനം വാങ്ങാൻ യോഗം. ചിലർക്ക് വീട് വാങ്ങാൻ അവസരം. പിതാവിൽ നിന്നും ചിലർക്ക് ആദായം. സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടും. മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. വീടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തും. പ്രത്യേകിച്ച് മാതാവിനോട് വളരെയധികം സ്നേഹമുണ്ടാകും. അല്ലെങ്കിൽ മാതൃ തുല്യവരായിട്ടുള്ളവരോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും. അതേപോലെ ചിലർക്ക് അവഹിത ബന്ധങ്ങൾ ഉണ്ടാകാം. ജാതകത്തിൽ ശുക്രന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാം. അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ നിലവിലുള്ള വീട് കൈവിട്ടു പോകാനും സാധ്യത കാണുന്നു. വാഹനം, വീട്, വസ്തു ഇതൊക്കെ ചിലർക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വിൽക്കേണ്ടതായും വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതകത്തിൽ ശുക്രൻ്റെ നില ശുക്രന് ബലമില്ലാതെയോ നീചത്തിലോ ഒക്കെ ആണെങ്കിൽ ഈ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. പക്ഷേ തൊഴിൽ സംബന്ധമായി ഉയർച്ച ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി, നിലവിൽ ജോലിയിലുള്ളവർക്കൊക്കെ ഗുണകരമായ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും. സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത. തൊഴിൽ രംഗത്ത് എന്തായാലും ഉയർച്ച ഉണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, സംഗീതം, നൃത്തം, നാടകം മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും.
അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇളയ സഹോദരങ്ങളാൽ ആദായം, ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ യോഗകാരകൻ കൂടി ആയതിനാൽ ഗുണഫലങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതിയും നിൽക്കുന്ന രാശിയും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ചേർച്ച, നടപ്പ് ദശാഭുക്തിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. മീനൻ രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ 3ഉം 8ഉം ഭാവാധിപതിയാണ്. മീനൻ രാശി ശുഭകരമായ ഒരു ഗ്രഹമല്ല ശുക്രൻ. എന്നിരുന്നാലും നിങ്ങളുടെ വാക്കും സംസാര രീതിയുമൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കും. സംസാരം കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ആർജെ, വക്കീൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മുതലായ രംഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. 8ാം ഭാവാധിപതി കൂടിയായ ശുക്രൻ തൻ്റെ 8ാം ഭാവമായ ഇടവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്നതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന മനോവേദനകൾ മാറിക്കിട്ടും. ഏത് കാര്യത്തിനാണോ നിങ്ങളുടെ മനസ്സ് വേദനിച്ചത് അല്ലെങ്കിൽ അത് നടക്കാതെ പോയത്, ആ കാര്യം ഇപ്പോൾ നടന്നു കിട്ടും. ശാരീരികമായും പ്രത്യേകിച്ച് ആരോഗ്യപരമായും സുഖമില്ലാതിരുന്ന മീനൻ രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. അതിനനുസരിച്ചുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ചിലർക്ക് അവരുടെ ജാതകസ്ഥിതി അനുകൂലമല്ലെങ്കിൽ രോഗസാധ്യതയും തള്ളിക്കളയാനാകില്ല. കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. കടങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ കഴിയും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇതൊക്കെ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ്. ചിലർക്ക് വിദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് പോകാൻ സാധിക്കും. ജന്മസ്ഥലം വിട്ട് മാറി താമസിക്കാൻ നിർബന്ധിതനാകും. ധൈര്യവീര്യസ്ഥാനമായ 3ൽ ശുക്രൻ ബലവാനാകുന്നതിനാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. പുതിയ കരാർ ജോലികൾ, ചെറിയ യാത്രകൾ, ഇളയ സഹോദരങ്ങളാൽ സഹായ സഹകരണങ്ങൾ മുതലായവ ഉണ്ടാകുന്നതാണ്. ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. വാഹനമോ വീടോ ചിലർക്ക് വാങ്ങാൻ അവസരം ഒത്തുവരും. പിതാവിൻ്റെയും മാതാവിൻ്റെയും ആരോഗ്യനില മെച്ചപ്പെടും. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള മനോവേദനകൾ മാറിക്കിട്ടും. ചിലർക്ക് സന്താനഭാഗ്യമുണ്ടാകും. പുതിയ പ്രണയബന്ധങ്ങൾ ചിലർക്കുണ്ടാകുന്നതാണ്. പ്രണയിക്കുന്നവർക്കിടയിലെ സ്നേഹം വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാനും യോഗം കാണുന്നു. തടസ്സപ്പെട്ട ഭാഗ്യം ഇപ്പോൾ ആക്ടിവേറ്റ് ആകും. പ്രശ്നങ്ങൾ പരിഹരിക്കും. പണവരവ് വർദ്ധിക്കും. ആത്മീയതയിൽ താൽപ്പര്യം കൂടും. കടലിനോട് ചേർന്നുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരം. ആത്മീയ ഗുരുക്കന്മാരെ കാണാൻ ആഗ്രഹം വർദ്ധിക്കുന്നതാണ്. അത് സാധ്യവും ആകുന്നതാണ്. കുടുംബത്തിലെ ചില തീരാദുരിതങ്ങൾ മാറിക്കിട്ടുന്ന സമയമായിരിക്കും. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതിയും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, സംയോജം, നടപ്പ് ദശാഭുക്തി മുതലായവ അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.